നമ്മുടെ സങ്കല്പത്തിൻ്റെയും മേലവർ പറക്കും. അതുകൊണ്ട് വൃതാവിലാണ് നമ്മുടെ വളഞ്ഞ വഴിയിലുള്ള അവരുടെ കൺട്രോൾ എന്ന് പറയുന്നത് വെറുതെ. ഇവിടെ ചില കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അഥവാ ചിലരൊക്കെ പറയും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാണ്. അങ്ങനെയില്ല. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലത്തെ കുട്ടികളും ഇവരുടെയെല്ലാം മനുഷ്യൻ എന്ന രീതിയിലുള്ള ത്വഹാറത്ത് അത് അന്നും ഇന്നും നിലനിൽക്കുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അൽ ഫിത്ര എന്ന് പറഞ്ഞാൽ അൽ ഫിത്രത്തു ത്വയ്യിബ, ശുദ്ധ പ്രകൃതക്കാരാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. അവരെ പിന്നീട് അഴുക്കുള്ളവരാക്കുന്നത് നാം അറൗണ്ടസ്, അവരുടെ ചുറ്റിലുമുള്ള മുതിർന്നവരാണ്. അതുകൊണ്ട് തന്നെ അതന്നും ഇന്നും അതേ ആദർശമാണ്. അന്നും ഇന്നും അതേ ആദർശമാണ്. അതുകൊണ്ട് കാലഘട്ടത്തെ പഴിക്കുന്നത് മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു അസാംഗത്യമാണ്, അതൊരു പരാജയമാണ്. ലേബലിംഗ് എന്നാണ് പറയുക. തല്ലുകൂടിയിട്ട് ജയിക്കാതിരിക്കുമ്പോൾ പറയുകയാണ് നീ മറ്റോനല്ലേ, ആ ഏർപ്പാടാണ് ലേബലിംഗ്. അത് തന്നെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ നഈബു സമാനന വൽ ഐബു ഫീന. വെറുതെ കാലഘട്ടത്തെ ഒന്നും പറയണ്ട. കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വെറുതെ ചിലരൊക്കെ പറയും ഇത് അൽഫ ജനറേഷൻ. അൽഫ ജനറേഷന് നെഗറ്റീവാണോ? ഡിവൈസുകളുടെ സാന്നിധ്യവും അതിൻ്റെ സമഗ്രതയും അതിൻ്റെ ഉപകാര സാധ്യതയുമാണ് അൽഫ ജനറേഷൻ. അതൊരു തെറ്റാണോ? ഈ മൊബൈൽ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആവശ്യമാകുമ്പോൾ ലൈറ്റിനിങ് ഉപയോഗിക്കാം, വെളിച്ചത്തിന് ഉപയോഗിക്കാം. ആവശ്യമാകുമ്പോൾ നിങ്ങൾക്ക് രേഖകൾ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഡയറി ആയിട്ട് സൂക്ഷിക്കാം. മറ്റൊരാളോടൊരു നന്മ അറിയിക്കുകയോ നന്മ കേൾക്കുകയോ ചെയ്യാം. ഒരു വിജ്ഞാനം നേടാം. നിങ്ങൾക്ക് പഠനത്തിന് സഹായകമായി AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ വ്യത്യസ്തമായ സ്രോതസ്സുകൾ സ്വീകരിക്കാം. നേരത്തെ 2-3 മാസം എടുത്ത് പഠിച്ചത് മണിക്കൂറുകളോ ദിവസമോ കൊണ്ട് പഠിച്ചെടുക്കാം. ഇതിനെല്ലാമുള്ള ഉപകരണമാണിത്. ഞാൻ മുമ്പ് 2-3 മാസം എടുത്ത് ഡിസൈൻ ചെയ്തിരുന്ന കരിക്കുലങ്ങൾ ഇന്ന് ഞാൻ 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകളിരുന്ന് ഡിസൈൻ ചെയ്യാറുണ്ട്. കാരണം ഈ ഉപകരണത്തിൻ്റെ സാധ്യതയാണത്. എന്തിനാ ഇതിനെ പഴിക്കുന്നത്? അതൊരു കുറ്റമാണോ? നമ്മൾ ഇന്ന് പറയുന്നു ഈ ജനറേഷൻ്റെ അറ്റൻഷൻ സ്പേം കുറവാണ്. ഫൂളിഷ് വേർഡാണത്. എന്തുകൊണ്ട്? നിങ്ങൾ നോക്കൂ, നമ്മൾ എന്തുകൊണ്ടാണ് അറ്റൻഷൻ കുറവെന്ന് പറയുന്ന തെളിവെന്താ? പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലതും നേരത്തെ 5 മിനിറ്റ് ദൈർഘ്യം നിശ്ചയിച്ചിരുന്ന വീഡിയോ പോസ്റ്റുകൾക്ക് ഇപ്പം 3 മിനിറ്റാക്കി, പിന്നെ 1.5 മിനിറ്റാക്കി, ഇപ്പോൾ 1/2 മിനിറ്റാക്കി എന്നതാണ് കാരണം പറയുന്നത്. സത്യത്തിൽ അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ ഈ വീഡിയോ സംവിധാനത്തിന് ഈ കുട്ടിയുടെ 5 മിനിറ്റ് ചോദിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല, അതിനുള്ള മൂല്യമില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതേ ആള് തന്നെ പറയുന്നു മണിക്കൂറുകൾ ഈ കുട്ടി ഗെയിം കളിച്ചിരിക്കുന്നു എന്ന് പരാതി പറയുന്നു. അപ്പോൾ അറ്റൻഷൻ സ്പേം എവിടെ? പ്രശ്നമാണോ? അല്ല. ഇന്നും ഈ ജനറേഷനിലും അവർക്ക് മൂല്യമുള്ളത് അതിൻ്റെ ടേസ്റ്റോടുകൂടെ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവരുടെ അറ്റൻഷൻ സ്പേം അന്നും ഇന്നും നിലനിൽക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കോളില്ലേ? അറ്റൻഷൻ സ്പേം അല്ല കുറയുന്നത്, നിങ്ങളെ കോളാണ് കുറയുന്നത്. നിങ്ങളുടെ വിഭവത്തിൻ്റെ അസാന്നിധ്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ കുട്ടികളുടെ അറ്റൻഷൻ അല്ല പ്രശ്നം. വെറുതെ വാദഗതികളാണ്. അൽഫ ജനറേഷൻ എന്ന് വെറുതെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. സാധ്യതകളാണ്. ധാരാളം പഠിക്കാനും ധാരാളം ഉയരാനുമുള്ള സാധ്യതകളാണ്. ഈ സാധ്യതകൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. കുറ്റം പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? നാം ഇത്തരം സാധ്യതകൾ ഉപയോഗിക്കണം. ഈ അടുത്തൊരു ദിവസം, കുറച്ചു മുമ്പ് ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകൻ, നല്ല മനഃശാസ്ത്ര വിദഗ്ധനാണ്, വലിയ ഒരുപാട് ഇടപെടലുകളൊക്കെ നടത്താറുള്ള ആളാണ്.
അദ്ദേഹം ഒരു വിദ്യാർത്ഥികളുടെ സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. എനിക്ക് താല്പര്യമില്ലെങ്കിലും നിർബന്ധിതനായി ഞാനത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കാനും കാരണമുണ്ട്, ഞാൻ അതുകൂടി പറയാം, ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അദ്ദേഹം എന്നെ അറ്റൻഡ് ചെയ്യിപ്പിച്ച മേഖല എന്താന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾക്ക് ഡ്രസ്സിങ്ങിലെ ഫാഷൻ വളരെ അറുവഷളൻ ഫാഷൻ, ഹെയർ കട്ടിങ്ങിലെ വളരെ മോശമായിട്ടുള്ള കുറേ ഐറ്റംസ്, ഇതിനെ അഡ്രസ്സ് ചെയ്യണം ഞാൻ. അതും വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിന് അന്ന് ഞാൻ ഒരുക്കമേ അല്ല. പക്ഷേ അതൊരു വെല്ലുവിളിയായി മാറിയതുകൊണ്ട് ഞാൻ അന്ന് ആ സദസ്സിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വളരെ ബഹുമാനപൂർവ്വം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 മോഡൽ അവതരിപ്പിക്കുന്നു, നിങ്ങൾ വോട്ട് ചെയ്യണം. ജസ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ്. ഒരു പേഴ്സൺ എ, മറ്റൊരു പേഴ്സൺ ബി. ഈ എയുടെ വേഷവും ഹെയർ കട്ടിങ്ങും ഒക്കെ ഞാൻ പറഞ്ഞു. ബിയുടെ പേഴ്സണും പറഞ്ഞു. രണ്ടും 2 രീതി. ഒന്ന്, ഒരു മുസ്ലിമിൻ്റെ വേഷം, അഥവാ നല്ലൊരു വ്യക്തിയുടെ വേഷം, ഹെയർ കട്ടിങ്ങിലും ഡ്രസ്സിങ്ങിലും മറ്റെല്ലാം. മറ്റത് മാക്സിമം ഫാഷൻ ഒരു പാഷനായത്. അങ്ങനെ ഇത് രണ്ടും അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ എ ബി പോസ്റ്റിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും ഈ നല്ല വേഷത്തിന്, അല്ലെങ്കിൽ നല്ല നമ്മൾ ഇസ്ലാമിക് എന്ന് വിളിക്കാറുള്ള ഈ എക്സിക്യൂട്ടീവ് സ്റ്റൈലിന് വോട്ട് ചെയ്തു. ഞാൻ ആ ആക്ടിവിറ്റി അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ നല്ലവരാകാൻ ഇഷ്ടമല്ലേ? കുട്ടികൾ എന്തു പറയും? യെസ്, എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളിനി കൂട്ടി വായിക്കൂ. മക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങളിനി ഒന്ന് കൂട്ടി വായിക്കൂ. നിങ്ങൾ നല്ലതിന് വോട്ട് ചെയ്തു, നിങ്ങൾ നല്ലവരാകാൻ ഇഷ്ടപ്പെടുന്നു. ഇനി ഇവിടെയുള്ള വലിയൊരു സത്യമുണ്ട്, നിങ്ങൾ നേരത്തെ അറിയാൻ സാധ്യതയില്ലാത്ത. അത് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളൊരു 5 മിനിറ്റ് സമയം എന്നെ ശ്രദ്ധിക്കുക. ആ 5 മിനിറ്റിൽ ഞാൻ അവരോട് പറഞ്ഞു, നല്ലവരാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കിഷ്ടമുണ്ട്. ആ ഇഷ്ടം നിങ്ങൾ അറിയാതെ പല തൽപര കക്ഷികളും അപഹരിക്കുന്നു. ആ അപഹരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളിപ്പോൾ സ്വീകരിക്കുന്നതല്ലാത്ത നല്ലൊരു വേഷത്തെ, നല്ലൊരു ഹെയർ കട്ടിങ്ങിനെ, നല്ല ഒരു സ്റ്റൈലിനെ, ലൈഫ് സ്റ്റൈലിനെ ഞാൻ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ നല്ലതിനെ പിന്തുണച്ചു. ശേഷം നിങ്ങൾ നല്ലവരാകാൻ ഇഷ്ടമാണ് എന്ന പരമസത്യം നിങ്ങൾ നാവുകൊണ്ടെല്ലാവരും പറഞ്ഞു. അത് സത്യമാണ്. ഈ സത്യത്തിനെതിരെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ വലിയ ചില തൽപര കക്ഷികൾ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളെ കീഴടക്കുന്നു. നിങ്ങളുടെ ഇഷ്ടം തീരുമാനിക്കാനുള്ള അവകാശം പോലും പലരും അപഹരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് പോരാടാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാനത് ചുമതലപ്പെടുത്തുന്നു. നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ പ്രാപ്തിയുള്ളവരാണ്, നിങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട്. നിങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തെയും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ട്രഡീഷനെയും അത് ഏറ്റെടുക്കാനുള്ള യോഗ്യതയും ശേഷിയും നിങ്ങൾക്കുണ്ട്. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. ആ കുട്ടികളുടെ ഫേസ് റീഡ് ചെയ്താൽ അപ്പം തന്നെ ചേഞ്ച് കാണാമായിരുന്നു. ഞാൻ ചെറിയ ചില കഥകൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞു. ഞാൻ പിരിഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, സംഗതി ക്ലിക്കാണ്, ഇത്ര എളുപ്പമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം അടുത്ത് എൻ്റെ പിന്നാലെ കൂടി. ഞാൻ കുടുങ്ങുകയും ചെയ്തു. എന്തായിരുന്നു എന്നറിയാം, എൻ്റെ മൈൻഡിൽ സത്യത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായ അവയർനെസ് ഇല്ലായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞു, ഹയർ സെക്കൻഡറി സ്റ്റുഡൻസാണ്, ഇവർക്ക് സയൻസ് ഗ്രൂപ്പായതുകൊണ്ട് ആക്ടിവിറ്റികൾ ധാരാളം ആവശ്യമുള്ളതുകൊണ്ട് വലിയ ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡിവൈസിൽ ഇൻ്റർനെറ്റ് യഥേഷ്ടം അവൈലബിൾ ആണ്. ഈ ഇൻ്റർനെറ്റ് അവർക്ക് പഠിക്കാൻ വേണ്ടി അനുവദിച്ചാൽ അവരുപയോഗിക്കുന്നത് അതർ സൈഡാണ്. ഇത് ഞങ്ങൾ കുടുങ്ങി. ഇവരിൽ പലരും ഇവർക്ക് റെസിഡൻഷ്യൽ സംവിധാനം ഏർപ്പെടുത്താറുണ്ട് പലപ്പോഴും. അങ്ങനെ ഏർപ്പെടുത്തിയാൽ എല്ലാവരുടെ കയ്യിലും ഏറ്റവും മുന്തിയ ഫോൺ ഉണ്ടാകും. ഈ ഫോൺ ഇവർ ഉപയോഗിക്കുന്നത് വിപരീത ദിശയിൽ നിന്നുകൊണ്ടാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. ഒരുപാട് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു വെറുതെ. ഞാൻ അവരോട് പറഞ്ഞു, അന്നാണ് ഞാൻ ചിന്തിച്ചത്, അടിസ്ഥാനപരമായി ഞാനൊരു ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നു.
കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഈ ആദർശത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് അന്വേഷണാത്മകമായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഡിവൈസിൻ്റെ നല്ല സാധ്യതകളെ നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ തുറന്നിട്ടുണ്ടായിരുന്നോ? എങ്ങനെ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനില്ലേ? ഉണ്ട്. ആ പഠിക്കാനുള്ള മേഖലയെ നിങ്ങളൊരു പ്രൊജക്റ്റ് അസൈൻ ചെയ്തു കൊടുക്കുക. ഓരോ വിദ്യാർത്ഥിക്കും മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കണം, വ്യത്യസ്ത സാധ്യതകൾ കൊടുക്കണം, കുട്ടികൾ സെലക്ട് ചെയ്യട്ടെ. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു മാസത്തിന് ശേഷം യാദൃശികമായി ഞാൻ ആ സ്ഥാപനത്തിൽ എത്തിപ്പെടുമ്പോൾ ആ സ്ഥാപനാധികൃതരിലെ പ്രധാനപ്പെട്ട ആൾ എന്നോട് പറഞ്ഞു, നമ്മുടെ കുട്ടികളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ഡിവൈസ് അവർക്ക് ഓപ്പൺ ആക്കി കൊടുത്താൽ ഒരു സമയവും അവർ ദുരുപയോഗം ചെയ്യുന്നില്ല. മൊബൈലോ ടാബോ അല്ലാത്ത സ്ക്രീനുകളോ അവരുടെ കയ്യിൽ കൊടുത്താലും അവർ ദുരുപയോഗം ചെയ്യുന്നേയില്ല. അതിൽ നിന്ന് വലിയ ഉന്നതരായ പലരും ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിലെ സർട്ടിഫിക്കേഷൻ സെർമണി പ്രോഗ്രാമിൽ വെച്ച് ഈ കുട്ടികളിൽ നിന്ന് ആർക്കെങ്കിലും വല്ലതും പ്രസൻറ്റേഷൻ നടത്താനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രസൻറ്റേഷൻ നടത്താം. എന്തിനെക്കുറിച്ച്? ഹാർട്ട് ഡിസീസ്. ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഹൃദയത്തിൻ്റെ ഘടനയും ഒരു ഡോക്ടർ പറയുന്നതിനേക്കാളും വൃത്തിയിലും കൃത്യതയിലും ഈ വിദ്യാർത്ഥി ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുന്നു. മറ്റൊരു കുട്ടി പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കാം മറ്റൊന്ന്. എന്താണ്? ആ കുട്ടി പറഞ്ഞു, ഞാൻ സോപ്പിനെ കുറിച്ച് അവതരിപ്പിക്കാം. ഒരു സോപ്പ് ഉൾക്കൊള്ളേണ്ട ഘടന എന്താണ്, ഇൻഗ്രീഡിയൻസ് ലെവൽ എന്താണ്, ഒരു സോപ്പിന് ഇന്ന് മാർക്കറ്റിൽ റേറ്റ് കൂടാനുള്ള കാരണം എന്താണ്, ഒരു സോപ്പ് എത്ര തവണ ഉപയോഗിക്കാം, ഇങ്ങനെ തുടങ്ങി ഒരു സോപ്പുമായി ബന്ധപ്പെട്ട ഏത് തരം ഡൗട്ട്, അതിൻ്റെ ഒരു നോളേജ് ലെവലിൽ നിന്നുകൊണ്ട് ഏത് തരം ഡൗട്ട് ചോദിച്ചാലും എനിക്ക് ആൻസർ ഉണ്ട്. ഇത്ര കോൺഫിഡൻസോടുകൂടെ ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് അവതരിപ്പിച്ച മനസ്സിലായി എന്ത്, ഡിവൈസുകൾ അല്ലെങ്കിൽ ആൽഫ ജനറേഷൻ എന്നത് നാം വെറുതെ വിളിച്ച ഒരു ലേബലാണ്. ആ ലേബലിങ്ങിൽ നിന്ന് പിന്മാറിയിട്ട് സാധ്യതകളെ അംഗീകരിച്ച് ആ സാധ്യതകൾ അവർക്ക് തുറന്നു കൊടുക്കാനുള്ള മനസ്സും അതിൻ്റെ പേരിൽ അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു സപ്പോർട്ടീവ് പേഴ്സൺ ആകാനുള്ള ശേഷിയും നമുക്കുണ്ടെങ്കിൽ ഈ കുട്ടികൾ പറക്കും. സത്യത്തിൽ ഒരുപാട് കാലം ഫുട്ബോൾ കളിച്ച ഒരാളാണ് ഇന്ന് ഈ വർത്തമാന സാഹചര്യത്തിലെ ഏറ്റവും മികവുറ്റ ഒരു ഫുട്ബോളർക്ക് കോച്ചിങ് കൊടുക്കുന്നത്. ഇദ്ദേഹം 100 സ്പീഡിൽ ഈ കാലികൻ ഇപ്പോഴത്തെ ഈ കളിക്കാരൻ ഓടുന്നുണ്ടെങ്കിൽ പഴയ കളിക്കാരന് 100-ൽ ഓടാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ പുതിയ കളിക്കാരനെ കോച്ച് ചെയ്യാൻ പറ്റും. കോച്ച് ചെയ്യുന്നത് കൂടെ ഓടിയിട്ടല്ല, കൂടെ ഓടരുത്. ഇതാണ് ഒരു അധ്യാപകൻ ശ്രദ്ധിക്കേണ്ടത്. കുട്ടിയുടെ സ്പീഡ് 120, നമ്മുടെ സ്പീഡ് 60 മതി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുട്ടിയുടെ കൈ പിടിച്ചോടരുത്. നിങ്ങളും വീഴും, കുട്ടിയും വീഴും. നിങ്ങൾ എന്തു വേണം? ഓടാൻ നിൽക്കുമ്പോൾ മോനെ നീ എങ്ങോട്ട് നോക്കണം, കാല് ഏത് ആംഗിളിൽ വെക്കണം, ഏത് ഷേപ്പിലാണ് നീ നിൽക്കേണ്ടത്, ഓടുമ്പോൾ ഇത്ര സ്റ്റെപ്പ് കഴിയുമ്പോൾ എന്തിലേക്ക് കടക്കണം, ഇത്തരം പ്രധാന ടെക്നിക്കുകൾ പറയുകയും ഒരു ഓട്ടം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് നേടിയ പോസിറ്റീവുകളും ഇനി തിരുത്തേണ്ട ടേണിങ്ങുകളും കുട്ടിക്ക് സൂചിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളാണ് കോച്ച്. അയാളാണ് കോച്ച് ചെയ്യേണ്ടത്, കോച്ചിങ് നടത്തേണ്ടത്. പകരം കുട്ടിയുടെ കൈപിടിച്ചോടുന്നു എന്നതാണ് പല കോച്ചുമാരും കുട്ടിയും തടഞ്ഞു വീഴാനുള്ള കാരണം. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതൊരു കുറ്റപ്പെടുത്തലാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പക്ഷേ എൻ്റെ അവകാശവാദം ഇതൊരു ഇടപെടലാണ്. ഇന്ന് വിദ്യാലയങ്ങളിൽ കുട്ടികൾ അപജയത്തിലാണ് എന്ന് തെളിയിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി ഇൻസിഡൻറ്റുകൾ ഒരു ദിവസം ഞാൻ കണ്ടത് ഓർക്കുകയാണ്. ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി പ്രധാനാധ്യാപകൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരധ്യാപകനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ മോശമായി സഭ്യേതരമായി പെരുമാറുന്നത് വീഡിയോ എടുത്തിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഷെയർ ചെയ്തു. എല്ലാവരും ഭയങ്കര ഗൗരവത്തിൽ അത് ഷെയർ ചെയ്യുന്നു.
എല്ലാവരും അതിന് കമൻ്റ് ഇടുന്നു, എല്ലാവരും പ്രതികരിക്കുന്നു, വീഡിയോ വെച്ച് വീഡിയോ ചെയ്യുന്നവർ, അങ്ങനെ പലരും 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 മലർന്നു കിടന്ന് തുപ്പുന്നൊരനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരധ്യാപകനെങ്കിലും കുട്ടിയെ അറിഞ്ഞ് പെരുമാറുന്നവൻ ആ വിദ്യാലയത്തിൽ ഇല്ല എന്നാണ് അവർ സമൂഹമധ്യേ വിളിച്ചു പറയുന്നത്. അവർ വിളിച്ചു പറഞ്ഞത് ഈ വിദ്യാലയത്തിൽ ഒരാൾ പോലും കുട്ടിയെ അറിഞ്ഞ് പെരുമാറാൻ അറിയുന്നവരില്ല എന്നാണ് അവർ വിളിച്ചു പറഞ്ഞത്. യാഥാർത്ഥ്യമാണെങ്കിലും അല്ലെങ്കിലും സത്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം അയാൾ റിക്വസ്റ്റ് പറഞ്ഞു. എന്താണെന്നറിയോ? അയാൾ ഗവൺമെൻറ് സെക്ടറിലാണ്, എയ്ഡഡ് അല്ല, ഗവൺമെൻറ് സെക്ടറിലായതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് അവിടെ എപ്പോഴും അധ്യാപകർക്കെതിരെ കേസ് വരുന്ന പ്രയാസം, അതുപോലുള്ള വലിയ പ്രതിസന്ധികളായതുകൊണ്ട് അദ്ദേഹം ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുത്തു. മാറ്റത്തിന് അപേക്ഷ കൊടുത്തപ്പോൾ പാസ്സായി. പക്ഷെ കിട്ടിയത് അതിനേക്കാൾ ദുരിതമുള്ള മറ്റൊരു സ്ഥലത്ത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ സെലക്ഷനൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഡിവിഷനൊക്കെ പലരും സെലക്ട് ചെയ്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയുള്ളത് വളരെ മോശമായൊരു ഡിവിഷൻ. അങ്ങനെ അദ്ദേഹത്തിന് അത് കിട്ടി. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി, ഇതൊരു സൗഭാഗ്യമാണ്, നിങ്ങൾ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ്, ഞാൻ പിന്തുണക്കാം. അദ്ദേഹം അവിടെ നിന്നിട്ട് അദ്ദേഹം മാത്തമാറ്റിക്സാണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്. മാത്സ് സബ്ജക്റ്റും ആകുക, പശ്ചാത്തലം ഇങ്ങനെയാകുക, പിന്നെ പറയേണ്ടതുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് 80% മേൽപോട്ട് ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ അതിനേക്കാൾ സീനിയറായി വിഷയത്തിൽ. അതുകൊണ്ട് പരാതി പറയാൻ ഇനി എവിടെയും പോകുകയൊന്നും വേണ്ട. ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് ചോദിച്ചു എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ. സാധാരണ ഞാൻ ഈ 5 കാര്യങ്ങൾക്ക് പറയാനുള്ള സാങ്കേതിക പ്രയോഗം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ്, PR എന്ന് നമ്മൾ ചുരുക്കി പറയും. നിങ്ങൾ PR കൃത്യമായി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. യെസ്. മാസങ്ങൾ തികയുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം പറഞ്ഞു, വടിയെടുക്കാതെ ഒരൊറ്റ ടീച്ചറും ക്ലാസ്സിലേക്ക് പോകാറില്ല. പക്ഷേ വടിയെടുത്തിട്ടേ ഇല്ല ഞാൻ. ഇന്നുവരെ എനിക്ക് കുട്ടികളോട് കലഹിക്കേണ്ടി വന്നിട്ടില്ല. പ്രയാസങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് മറികടന്നു. എക്സാം, വാർഷിക പരീക്ഷയോടടുത്ത് മോഡൽ എക്സാം നടക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വർഷം ഈ മോഡൽ എക്സാം നടക്കുന്ന സമയത്തൊരു കൗതുകം എന്താ, എല്ലാ വിദ്യാർത്ഥികളും ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ വിജയിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെ എന്നത് അനിർവചനീയമാണ് പറയാൻ. അതിലൊരു കുട്ടിയുടെ കേസിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. എന്തെന്നറിയോ? പിതാവ് ഒരു ബസ് കണ്ടക്ടർ, അദ്ദേഹം സ്ഥിരമായി മദ്യപിക്കും. കുട്ടി പലപ്പോഴായി പോലീസ് കേസിൽ മോഷണത്തിലും ലഹരിയുടെ കരിയറായതിൻ്റെ പേരിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് ഇവനെ എങ്ങനെ രക്ഷപ്പെടുത്താം? ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവനെ രക്ഷപ്പെടുത്താൻ, അതായത് പുറത്തുനിന്ന് കേസിൽ മറ്റിലും പോകുമ്പോൾ അത് പെടാതിരിക്കാൻ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, നിങ്ങൾക്ക് തന്ന മരുന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, അവർ നിങ്ങളെടുത്ത് വരാൻ സന്നദ്ധമാണ്. ആര്? പാരൻസ് സഹിതം. സ്കൂളിൽ പാരൻസിനെ കൊണ്ടുവരുന്നതിന് പരിമിതിയുണ്ട്. കാരണം പ്രധാന അധ്യാപകരുടെ കൂടെ ഈ രക്ഷിതാക്കളുടെ കൂടെ ഇരുത്തിയാൽ സംഗതി ഫോളോവും. കാരണം ഞാൻ ചൈനീസ് ഭാഷ സംസാരിക്കുന്നു, അയാൾ ജപ്പാനീസ് ഭാഷ സംസാരിക്കുന്നു, രണ്ടും തമ്മിൽ ഒക്കൂല. അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ടും ഒന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് ഡീൽ ചെയ്താലേ സംഗതി ഫലം കാണുള്ളൂ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. പാരൻസ്, മാതാവും പിതാവും വന്നു, കുട്ടിയും വന്നു. കുട്ടി ആദ്യത്തെ അന്ന് സംസാരം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തി, ഇതിനാ എൻ്റെ അടുത്ത് കൊണ്ടുവന്നല്ലേ. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. മണിക്കൂറുകൾ കൊണ്ട് കുട്ടി മാറാൻ തുടങ്ങി. 2-3 ആഴ്ച കഴിയുമ്പോൾ വലിയൊരു അത്ഭുതം. എന്താ അത്ഭുതം എന്നറിയാം? ഈ രക്ഷിതാവിൽ മാതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി അടിമുടി മാറി. വർഷങ്ങളായിട്ട് പൊട്ടിത്തെറിച്ച് മാത്രം സംസാരിച്ച് ശീലമുള്ള എൻ്റെ മോൻ, പിതാവിനോട് പലപ്പോഴും തല്ലാൻ മുതിർന്നിരുന്ന എൻ്റെ മോൻ,
ഈ വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ മണിക്കൂർ വെച്ച് മാറിയെന്ന് മാത്രമല്ല, ഇപ്പം വീട്ടിലിരുന്ന് മകൻ പഠിക്കുന്നു, എന്നോട് സംസാരിക്കുന്നതിൽ ശാന്തത വന്നിരിക്കുന്നു. ഇപ്പോൾ കുട്ടി വല്ലാത്ത മാറ്റം. പഠനം എന്ന് പറഞ്ഞാൽ ഒഴിവുള്ള സമയങ്ങളൊക്കെ പഠിക്കുന്നു. എനിക്ക് കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് എൻ്റെ മോനെ കാണുമ്പോൾ. പക്ഷേ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഇന്നലെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇനി നിങ്ങളെ മോനെ സ്കൂളിലേക്ക് അയക്കരുത്. എന്താ സംഭവം? എൻ്റെ മോൻ നന്നായി പഠിച്ച് ക്ലാസ്സിലേക്ക് പോയി. മോഡൽ എക്സാമിന് വേണ്ടി സമയത്തിന് മുമ്പേ ക്ലാസ്സിലെത്തിയ എൻ്റെ മോൻ ക്ലാസ്സിൽ ടീച്ചർ എത്താത്തത് കൊണ്ട്